ഇത് RTL-SDR ബ്ലോഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോ ആണ്. ഇതതിൻ്റെ വേർഷൻ 4 ആണ്. അത് കണ്ടില്ലേ, ഒരു SMA കണക്ടറാണ്. ആ SMA കണക്ടറിൽ നിന്നൊരു ജമ്പർ കേബിൾ പോയിട്ട് ഒരു SO239 കണക്ടറിലേക്ക് പോകുന്നു. അതിലേക്ക് ഒരു PL259 കണക്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കണക്ടർ ഒരു ആൻറ്റന കേബിളിലേക്ക് പോകുന്നു. അത് നമുക്ക് ആവശ്യമുള്ള ഏത് ആൻറ്റനയും ആവാം. HF ഹൈ ഫ്രീക്വൻസി റിസീവ് ചെയ്യാനാണ് HF ആൻറ്റന വയ്ക്കാം, അല്ലെങ്കിൽ VHF ആണെങ്കിൽ അങ്ങനത്തെ ആൻറ്റനയും വയ്ക്കാം. ഇത് ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോ ആണെങ്കിലും മറ്റ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഹാം റേഡിയോകളുടെ അത്ര വലിയ വിലയില്ല. ഒരു മിതമായ വിലയേ ഉള്ളൂ. എല്ലാവർക്കും പോക്കറ്റിൽ ഒതുങ്ങാവുന്ന വില എന്ന് ഞാൻ പറയും. പിന്നെ ഇതിൻ്റെ റേഞ്ച്, അതായത് ഫ്രീക്വൻസി റേഞ്ച് വളരെ കൂടുതലാണ്. 500 kHz മുതൽ 1.7 GHz എന്ന് വെച്ചാൽ 1700 MHz. ഒരു വലിയ റേഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മുടെ മീഡിയം വേവ് റേഡിയോ കേൾക്കാം, അതായത് നമ്മുടെ ലോക്കൽ റേഡിയോ സ്റ്റേഷനുകൾ കേൾക്കാം, പിന്നെ FM റേഡിയോ സ്റ്റേഷനുകൾ കേൾക്കാം, അമേച്ചർ റേഡിയോൻ്റെ HF അഥവാ ഷോർട്ട് വേവ് റേഡിയോകൾ കേൾക്കാം, മറ്റ് ഷോർട്ട് വേവ് ബ്രോഡ്കാസ്റ്റ് റേഡിയോകൾ കേൾക്കാം, പിന്നെ UHF ഉണ്ട്, അൾട്രാ ഹൈ ഫ്രീക്വൻസി. അപ്പോൾ അതുകൊണ്ട് സാറ്റലൈറ്റ്, അമേച്ചർ റേഡിയോ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ പറ്റും. അമേച്ചർ റേഡിയോ സാറ്റലൈറ്റ് സംഭാഷണങ്ങൾ കേൾക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ മോഴ്സ് കോഡിലുള്ള സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ അതും കേൾക്കാം. ടെലിമെട്രി, അതിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സിഗ്നലുകളും അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വലിയൊരു റേഞ്ചുള്ള ചെറിയൊരു റേഡിയോ ആണ്. പക്ഷേ ഈ റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വേണം. നിങ്ങൾ കണ്ടല്ലോ, ചിത്രത്തിൽ കണ്ടില്ലേ, കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള പവർ എടുക്കുന്നത് കമ്പ്യൂട്ടറിൽ നിന്നാണ്, USB പോർട്ടിൽ കൂടെ. USB പോർട്ടിൽ നമുക്കറിയാലോ 5 വോൾട്ട് പവർ USB പോർട്ടിൽ കൂടെ ഈ RTL-SDR ബ്ലോഗിന് കിട്ടും. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സ്വല്പം ചൂടാവും, കാരണം അതിൻ്റെ ഒരു അലുമിനിയം കവറാണ് കാണുന്നത്, ലോഹത്തിൻ്റെ കവറാണ്. അതതിൻ്റെ ഹീറ്റ് സിങ്കും കൂടിയാണ്. അപ്പോൾ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂടുണ്ടാവും. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതതിൻ്റെ സാധാരണ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വേറൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ അല്ല അതിൽ റേഡിയോ റിസീവിങ്ങിനോ പല ഫങ്ഷൻസിനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ചെറുതായിട്ട് ഇത്ര വലിയ ഫ്രീക്വൻസി റേഞ്ച് കിട്ടുന്നത്. ഫങ്ഷൻ പലതും സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ന്യായമായിട്ടും നമുക്കറിയാം കമ്പ്യൂട്ടറിലൊരു സോഫ്റ്റ്വെയർ വേണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ എയർ സ്പൈ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വേറൊരു സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോ ഉണ്ട് ചെറുത്. അതിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് RTL-SDRനും ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള SDR ഷാർപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. SDR ഷാർപ്പ് അത് RTL-SDR അതിൽ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സിഗ്നലുകളൊക്കെ അതിൽ വാട്ടർഫോൾ ഡിസ്പ്ലേ എന്ന് പറയും, സിഗ്നലൊക്കെ കാണുന്ന വാട്ടർഫോൾ ഡിസ്പ്ലേ അതിൽ കാണും.